ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് ഡിഷിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻ ചുടുന്ന റെസിപ്പിയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ മീൻ ചൂടാൻ വേണ്ടിയിട്ട് ഇവിടെ 1.5 kg ഒരു മീൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമേ കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നല്ല കുറുക്കിയെടുത്ത പുളിൻ്റെ നീരാണ്, അതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിരുമ്പി വെക്കാം. ഇതെല്ലാ ഭാഗത്തേക്കും ആക്കിയൊന്ന് തേച്ച് വെക്കാം. അതിൻ്റെ അകത്തോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് മീൻമേ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കാം. അതിന് വേണ്ട ചേരുവകൾ: കുറച്ച് വറ്റൽമുളക്, ഇതൊരു 5 വറ്റൽമുളക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താണ്, അത് ചേർത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 ടീസ്പൂൺ പച്ചമല്ലി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താണ്, അതും കൂടെ ചേർത്തെടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, അതും ഒന്ന് പൊടിച്ചെടുത്തത്. ഇതൊരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ഇട്ടെടുക്കുക. പിന്നെ ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തതാണ്, ഇതൊരു 4 ടീസ്പൂണ്. ഒരു 3 പച്ചമുളക് ഒന്ന് ചതച്ചെടുത്താണ്, അതിട്ടെടുക്കുക. ഇതൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിൻ്റെ പൊടിയാണ്, അതൊന്ന് ഇട്ടെടുക്കുക. പിന്നെ ചെറുതാക്കി കട്ട് ചെയ്ത കറിവേപ്പില, ഇതും ചെറുതാക്കി കട്ട് ചെയ്ത കുറച്ച് മല്ലിയില, പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ്, അത് ഒഴിച്ചെടുക്കാം. ഇനി കുറച്ച് ഉപ്പ്, അതിൽ നമ്മൾ മീനിൽ ഒന്ന് ഉപ്പ് ഇട്ട് വെച്ചതാണ്, ഇതിലോട്ട് കുറച്ച് ചേർത്തെടുക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി നമ്മൾ ഇത് മീൻമേ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്കും തേക്കുക. ഇപ്പോൾ ഇത് ഞാൻ മസാല ഒക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യണം, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ എന്നിട്ട് അത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ചുടാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക് ഗ്രില്ലറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ മീൻ നമുക്ക് അതിൻ്റെ മേലോട്ട് വെച്ചെടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണലിൽ ചുട്ടെടുക്കാം. ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഗ്രില്ലർ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചുടലടത്തിയിട്ട്. ഇനി നമുക്കൊന്ന് മറ്റ് സൈഡും കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇനി അതും കൂടെ ആയിട്ട് നമുക്ക് ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ചുട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അരമണിക്കൂർ കൊണ്ട് ചുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മീനായതുകൊണ്ട് വലിയ വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.